രാവിലെ ഷഹീർ അച്ചുവിലെയും ആ നാടൊക്കെ കാണുവാൻ തീരുമാനിച്ചു. നടക്കുന്ന സമയത്ത് ഷഹീർ 24 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇവർ നടക്കുമ്പോൾ ആ നാട്ടുകാരുടെ സംസാരമെല്ലാം ഇവർ ഈ വീട്ടിൽ എത്തിച്ചേർന്നതിനെ പറ്റിയായിരുന്നു. വൈകുന്നേരം ഷഹീറും അച്ചുവിലെയും അവിടുത്തെ നാടെല്ലാം കണ്ട് തിരിച്ചെത്തുന്നു. ഈ സമയത്ത് ലയയുടെ ശരീരത്തിലുള്ള ആത്മാവ് ഷഹീറിൻ്റെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മാവിൻ്റെ ശക്തി വെച്ച് അച്ചുവിനെ ഒരു സ്ഥലത്ത് തലയിടിപ്പിച്ചു. തലയിടിച്ചതിനാൽ അച്ചു ബോധം കെട്ടു വീണു. ഷഹീർ അച്ചു താഴെ വീണ് കിടക്കുന്നത് കണ്ടു. അച്ചുവിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ സമയം നോക്കി ലയയുടെ ശരീരത്തിലുള്ള ആത്മാവ് ലയയെ വെച്ച് പൂജാമുറിയിൽ വച്ചിരുന്ന ആ കുടം എടുത്തു. രാത്രിയായപ്പോൾ ലയയുടെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് പോയി. രാത്രി ആ ആത്മാവ് അവളുടെ സ്വന്തം സഹോദരിയെ ആ കുടത്തിൽ നിന്ന് മോചിപ്പിച്ചു. നാളെ കാണൂ ഷഹീറിൻ്റെ ജീവിതത്തിലെ ആ രഹസ്യം പുറത്തു വരുന്നു.